നമസ്കാരം. പിണറായിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. കേരളം ഭരിച്ചവരെ പൂർണ്ണമായിട്ട് കുഴിച്ചുമൂടി. സത്യത്തിൽ കേരളം ഭരിച്ചവരെ ഒന്നും പൂർണ്ണമായിട്ടും ആരും കുഴിച്ചുമൂടാറില്ല. അവരെ ഒരു താൽക്കാലികമായിട്ട് മാറ്റി നിർത്തൽ മാത്രമാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിച്ച അവസാനത്തെ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതായത് LDF, നേരിട്ട തോൽവി ഇടതുപക്ഷം ക്ഷയിച്ചുപോയി എന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട്. എന്നാൽ അത്തരമൊരു നിഗമനത്തിൽ എത്തുന്നത് അകാലത്തിലായിരിക്കും എന്ന് കൂടി പറയട്ടെ. കേരളത്തിലെ ഭരണസഖ്യത്തിന്റെ പരാജയം ഒരു തിരഞ്ഞെടുപ്പ് രീതിയെ, അതായത് തുറന്നു ആവർത്തന സ്വഭാവം ഉണ്ടാകുന്ന തരത്തിലുള്ളതാണ്. കോൺഗ്രസിന്റെ VD സതീശൻ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഇടതുപക്ഷം അധികാരത്തിൽ നിന്ന് പുറത്തേ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ ജനപിന്തുണയിൽ നിന്ന് പൂർണ്ണമായിട്ടും അകന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കേരളത്തിലെ ഇടതുപക്ഷം ഇപ്പോഴും അതിന്റെ അടിത്തട്ടിലുള്ള ബന്ധം നിലനിർത്തുകയാണ്. ഇതവരുടെ തിരിച്ചുവരവിനുള്ള സാധ്യത അത് സജീവമായി നിലനിർത്തുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്ന് CPMന്റെ പാർട്ടി കേന്ദ്രങ്ങളും കേഡർ സംവിധാനങ്ങളും വ്യക്തമാക്കും. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണി 2016 മുതൽ 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്ന ശേഷം കേരളത്തിൽ വീണ്ടും അധികാരത്തെ തിരിച്ചെത്തിയിരിക്കുന്നു. 140 നിയമസഭാ സീറ്റുകളിൽ 102 എണ്ണവും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF സഖ്യം നേടിയിരിക്കുന്നു. CPIMന്റെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ബ്ലോക്കിന് വെറും 35 സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത് എന്നത്. മൂന്നാം മുന്നണി എന്ന ബദൽ സാധ്യത നോക്കുകയാണ് എങ്കിൽ BJPയുടെ സാധ്യതകൾ അത്ര ശക്തമായി കാണുന്നില്ല. അതിന്റെ വോട്ട് വിഹിതം വലിയ മാറ്റമില്ലാതെ തുടരുകയാണ്. അതായത് 2021 11.3% നിന്ന് 2026 ഏകദേശം 11.4% എന്നുള്ളതേ ഉള്ളൂ. കൂടാതെ ഈ 2 അക്ക വോട്ട് വിഹിതത്തെ സീറ്റുകളാക്കി മാറ്റാനും ആ പാർട്ടി പ്രയാസപ്പെടുകയാണ്. അപ്പോൾ 1957 ലോകത്തിൽ ആദ്യമായിട്ട് ജനാധിപത്യപരമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരഞ്ഞെടുത്ത സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. കേരളത്തിൽ സഖ്യകക്ഷി രാഷ്ട്രീയം സ്ഥിരത പ്രാപിച്ച 1980-കൾ മുതൽ LDFും UDFും പ്രധാന ശക്തികളായി മാറി. 1980, 87, 96, 2006, 2017, 2021 എന്നീ വർഷങ്ങളിലായിട്ട് നടന്ന 10 തിരഞ്ഞെടുപ്പുകളിൽ 6 എണ്ണത്തിലും വിജയിച്ചത് LDF ആയിരുന്നു. ബാക്കിയുള്ളവയിൽ UDFും സമാനമായിട്ടുള്ള ഭൂരിപക്ഷത്തോടെ വിജയം അവകാശപ്പെടുന്നവരാണ് ഇവർ രണ്ടുപേരും. അപ്പൊ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പൊക്കൽ കൊടി ബന്ധം തകരാതെ തുടരുന്നതിനും പലരും അവകാശപ്പെടുന്നത് പോലെ അത് പൂർണ്ണമായിട്ട് തകർന്നു പോയിട്ടില്ലാത്തതിനുമുള്ള കാരണങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇവയൊക്കെയാണ്. ഒരു പാർട്ടിയുടെ പരാജയം എന്ന് പറയപ്പെടുന്ന പലപ്പോഴും തകർച്ചയായിട്ടാണ് കാണാറുള്ളത്. എന്നാൽ കേരളത്തിൽ അത് മറിച്ചാണ്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 99 സീറ്റുകളോടുകൂടിയാണ് അധികാരത്തിൽ വന്നത്. 1957 സംസ്ഥാനത്തെ ആദ്യ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവരുടെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നിട്ടും വെറും 5 വർഷങ്ങൾക്ക് ശേഷം 2006 CPIM നേതൃത്വത്തിലുള്ള LDF 98 സീറ്റുകൾ നേടി സ്ഥിതിഗതികൾ കീഴ്മേൽ മറിച്ചു. ഇത് അക്കാലത്തെ അവരുടെ ഏറ്റവും മികച്ച നേട്ടമായിരുന്നു. അപ്പോൾ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 72 സീറ്റുകൾ നേടുകയും കോൺഗ്രസിലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. 2016 സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടർമാർ CPIMന്റെ ഭൂരിപക്ഷം അല്ലെങ്കിൽ അവരുടെ തിരിച്ചുവരവിനായിട്ട് വോട്ട് ചെയ്തു. അങ്ങനെ അവർ 91 സീറ്റുകളുടെ മികച്ച ഭൂരിപക്ഷവുമായിട്ട് അധികാരത്തിലെത്തി. എന്നാൽ തൊട്ടടുത്ത 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ച് ചരിത്രപരമായിരുന്നു എന്നുള്ളതാണ്. ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടർമാർ ഭരണം മാറി മാറി തിരഞ്ഞെടുക്കുന്ന രീതി അവസാനിപ്പിച്ചു. LDFന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ തിരിച്ചുവരവിനായിട്ട് അവർ വോട്ട് ചെയ്തു. ഇപ്പോ ഈ 10 വർഷത്തെ ഭരണത്തിന് ശേഷവും ഇടതുപക്ഷം പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പൊ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ LDFന്റെ 10 വർഷത്തെ ഭരണം ഭരണവിരുദ്ധ വികാരം വർദ്ധിപ്പിച്ചു. ഇത് ഇടതുമുന്നണിയെ മാറ്റിയിരുത്തുവാൻ അല്ലെങ്കിൽ മാറ്റി നിർത്തുവാൻ വോട്ടർമാരെ പ്രേരിപ്പിച്ചു. ഇടതുപക്ഷത്തിന് തങ്ങളുടെ അവസാനത്തെയും ഏകവുമായിട്ടുള്ള രാഷ്ട്രീയ കോട്ട എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതും വളരെ നേരത്തെ ആയിരിക്കും. കാരണം അവരുടെ സംഘടനാ ശക്തി അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പാർട്ടിയായിട്ടുള്ള CPIM 14 ജില്ലകളിലും ഏകദേശം 38,000 ബ്രാഞ്ച് കമ്മിറ്റികളോടും 2,400-ലധികം ലോക്കൽ കമ്മിറ്റികളോടും കൂടി പ്രവർത്തിക്കുന്നതാണ്. 2026 ജനവിധി എന്ന് പറയപ്പെടുന്ന LDFന് തീർച്ചയായിട്ടും ഒരു തിരിച്ചടിയാണ്. എന്നാൽ ഇതൊരു കഥയുടെ അവസാനമല്ല. കേരളത്തിലെ CPIMന്റെ സംഘടനാപരമായിട്ടുള്ള നട്ടല് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഘടനാപരവും ആഴത്തിൽ വേരൂന്നിയതുമായിട്ടുള്ള രാഷ്ട്രീയ ശൃംഖലകളിൽ ഒന്നാണ്. അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പ് ചക്രങ്ങൾക്കപ്പുറം അതിന്റെ പ്രസക്തി നിലനിർത്താൻ സഹായിക്കുന്നതാണ് എന്നുള്ളതാണ്. നേതൃത്വ തിരഞ്ഞെടുപ്പ്, അംഗത്വ പുതുക്കൽ, രാഷ്ട്രീയ അവലോകനം എന്നിവ സുഗമമാക്കുന്നതിനും കേഡർമാരെ
പങ്കാളിത്തവും ആന്തരിക ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനുമായിട്ടത് ഇനിയിപ്പോ ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെ കൃത്യമായിട്ടുള്ള സംഘടനാ സമ്മേളനങ്ങൾ നടത്തുന്ന ഒരു പാർട്ടിയാണ് ഇടതുമുന്നണി. ഇടതുമുന്നണിയുടെ ഘടന എന്ന് പറയപ്പെടുന്ന നിശ്ചലമായിട്ടുള്ള ഒരു ഘടനയല്ല എന്നുള്ളതാണ്. CPIM-ന്റെ കേഡർ അധിഷ്ഠിത മാതൃക എന്ന് പറയപ്പെടുന്ന പ്രത്യയശാസ്ത്ര പരിശീലനത്തിനും ജനസമ്പർക്കത്തിനും പ്രാധാന്യം നൽകുന്നതാണ്. ട്രേഡ് യൂണിയനുകൾ, കർഷക ഗ്രൂപ്പുകൾ, യുവജന വനിതാ മുന്നണികൾ തുടങ്ങി പോഷക സംഘടനകളിൽ ഇവരുടെ അംഗങ്ങൾ സജീവമായിട്ട് ഇടപെടുന്നു. ദൈനംദിന പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിനായിട്ട് പ്രാദേശിക ഘടകങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതിന്റെയും അടിത്തട്ടിലുള്ള നേതാക്കളെ പരിശീലിപ്പിക്കേണ്ടതിനുമൊക്കെ പ്രാധാന്യം CPM പ്രസിദ്ധീകരിച്ച പാർട്ടി രേഖകൾ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ പതിറ്റാണ്ടുകളായി CPIM മറ്റ് ഇടതുപക്ഷ പാർട്ടികളും കെട്ടിപ്പടുക്കുകയും നിലനിർത്തുകയും ചെയ്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും സംഘടിതമായിട്ടുള്ള തൊഴിലാളി കർഷക യൂണിയനുകളിൽ ചിലത് കേരളത്തിൽ നിന്നുള്ളതാണ്. അപ്പൊ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കിടക്കുന്നത് തിരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ച നമ്പറുകൾ, ആ നമ്പറുകൾക്ക് താഴെയാണ്. പതിറ്റാണ്ടുകളായിട്ട് കെട്ടിപ്പടുത്ത ഇടതുപക്ഷത്തിന്റെ സംഘടനാപരമായിട്ടുള്ള ആഴം, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള സാന്നിധ്യം, സാമൂഹികമായിട്ടുള്ള സംഖ്യകൾ എന്നിവ വരുന്ന വർഷങ്ങളിലും സംസ്ഥാനത്ത് അവരുടെ സാന്നിധ്യം മങ്ങിപ്പോകില്ല എന്ന് ഉറപ്പാക്കും. അപ്പൊ അതിനാൽ CPIM സംസ്ഥാന നേതൃത്വത്തിലുള്ള ഇടതുപക്ഷത്തിന് 2026 കേരളം നഷ്ടപ്പെട്ടിരിക്കാമെങ്കിലും അതിന്റെ അടിത്തറ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. പൊക്കിൾക്കൊടി ബന്ധം തകരാതെ അവശേഷിക്കുന്നുണ്ട്. ഇത് ഇടതുപക്ഷത്തെ അവരുടെ അടുത്ത തിരിച്ചുവരവിന്റെ പരിധിക്കുള്ളിൽ തന്നെ നിലനിർത്തും അല്ലെങ്കിൽ നിർത്തുമെന്ന് പ്രത്യാശിക്കുന്നവരും പാർട്ടിയിൽ കുറവല്ല. പക്ഷേ ഇങ്ങനെയുണ്ടോ ഒരു ഭരണം, ഇങ്ങനെയുണ്ടോ ഒരു പാർട്ടിയുടെ അന്ത്യം എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. ഇപ്പൊ തന്നെ എന്താ, പിണറായി പാർട്ടിയിൽ വേണമോ വേണ്ടയോ എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. 80 വയസ്സിന് മുകളിലേക്ക് പോയവരെ പാർട്ടിയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തന്നെ ഇരുത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടായിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിൽ നിന്നും അദ്ദേഹത്തിനെ മാറ്റണമെന്ന് ഒരു വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ PB മെമ്പർമാർ പറയുന്നു. പോളിറ്റ് ബ്യൂറോയിൽ പിണറായിക്കെതിരെ യുദ്ധമൊരുങ്ങുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാത്രമല്ല, പിണറായിയെ പാർട്ടിയിൽ നിന്ന് അടക്കം പുറത്താക്കേണ്ട കാലഘട്ടമാണ് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് പാർട്ടി സഖാക്കൾ സംസാരിച്ചു തുടങ്ങി. കേരളം ഭരിച്ചവരെ പൂർണ്ണമായിട്ട് കുഴിച്ചു മൂടുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ കുഴിച്ചു മൂടുന്ന രീതിയിലേക്ക് ഒരു ജനങ്ങൾ ഒരു തീരുമാനമെടുത്ത് 2026 ഇങ്ങനെ CPM-നെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരിക്കലും ആർക്കും അംഗീകരിക്കുവാൻ കഴിയാത്തതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്ന പിണറായി വിജയനാണെങ്കിലും MB ഗോവിന്ദനാണെങ്കിലും ഒക്കെ ഇതിൽ നിന്ന് തടിതപ്പാൻ കഴിയില്ല എന്ന് പറയട്ടെ. കാരണം യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങളുടെ വൃത്തികേടുകളും നിങ്ങളുടെ സ്വജനപക്ഷപാതവും നിങ്ങളുടെ സ്വേച്ഛാധിപത്യ മനോഭാവവും ഈ പാർട്ടിയെ ഒരു ശവക്കുഴി തോണ്ടി അതിനുള്ളിലേക്ക് ആക്കി എന്നുള്ളതിൽ തർക്കമില്ല. ജനങ്ങൾ വോട്ട് നൽകി UDF-നെ അധികാരത്തിൽ എത്തിക്കുന്നതിലൂടെ നിങ്ങളുടെ ശവക്കുഴിയിലെ അവസാന താണിയും അവർ അടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പിണറായിയെ പാർട്ടിയിൽ നിന്നടക്കം പുറത്താക്കും. കേരളം ഭരിച്ചവരെ പൂർണ്ണമായിട്ടും കുഴിച്ചുമൂടിയ പ്രസ്ഥാനം ഇനി ഉയർത്തെഴുന്നേറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഒരു നവകേരള സൃഷ്ടി ഇവിടെ നടത്തേണ്ടിയിരിക്കുന്നു.